ഷീബാസ് രജിക്കൂട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയാണ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ലോണം തന്നിട്ടുണ്ട്. ഒരു ദിവസത്തിൽ നമുക്ക് നല്ല സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ മുമ്പിലോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ചാനൽ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ ഇന്നലെയാണ് തുടങ്ങിയത്. ചാനലിൻ്റെ പേര് ഷീബാസ് രജിക്കൂട്ട്. ഇന്നലെ ഞങ്ങൾ ഒരു പാൽച്ചക്ക, കാന്താരി മുളകിട്ട പാൽച്ചക്കയുടെ റെസിപ്പി ആയിരുന്നു ഇട്ടത്. അത് എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീട്ടിലോട്ട് ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ ഫിഷ് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ആദ്യം മസാലകൾ: മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇഞ്ചി, തക്കാളി 1. ഇതൊരു ഏകദേശം 1/2 കിലോയ്ക്ക് മുകളിലുണ്ട് മീൻ. അത് ഒരു തൊലി കളഞ്ഞൊരു സൈസ് മീനാണ്. മീനിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പല നാട്ടിൽ പല പേരാണ് പറയുന്നത്. ഇത് മോതയെന്ന് പറയും, ആ മീനാണ്. പിന്നെ അതിന് തക്കാളി 1 ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുരുമുളക്, മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, നാരങ്ങ നീര്, ഒരു 1/2 നാരങ്ങ അതിൻ്റെ നീര്, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ അത് നല്ലോണം കരപ്പൊക്കെ പിടിച്ച് എരിയൊക്കെ അതിൽ പിടിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിലാണ് ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ടു. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി വേണം. സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാം. ഇത് കോരിയെടുക്കും. നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അതേ പാനിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം. വേവട്ടെ, അതിനോട്ട് കാത്തി ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഫ്രൈ ആവണ്ട. ഇച്ചിരിയും കൂടെ ഒന്ന് വേവിക്കും വെച്ച്.
സമയം കൊണ്ട് നമുക്ക് ഈ വെള്ളം വെക്കാം. ബിരിയാണിക്ക് അരിയുടെ വെള്ളം വെക്കാം. അരിയിടാനുള്ള വെള്ളമാണിത്. ഇതിലോട്ടൊരു സ്പൂണ് ഉപ്പിട്ട് വെള്ളത്തിലോട്ട് 2 ഗ്ലാസ് അരിക്കുള്ള വെള്ളം വെച്ച് കുറച്ച് പെരുംജീരകം, കുറച്ച് ഏലക്ക, ഒരു സ്റ്റാർ, ഇത് കുറച്ച് ഗ്രാമ്പു, ഒരു പട്ട. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, അത് നിങ്ങൾ അറിയാവുന്നൊരു കമൻറ്റ് ബോക്സിൽ എഴുതിയത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം തിളയ്ക്കുമ്പം 2 ഗ്ലാസ് അരി ഇടണം. അപ്പോഴത്തേക്ക് ഇത് ഫ്രൈ ആവട്ടെ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അരിയാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. വേണം നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ എല്ലാം ശരിയായി. ഇത് നന്നായിട്ട് മുരിയണ്ട, ഒരു 75% വെന്താൽ മതി. ഇനി നമ്മളതിനകത്ത് ആ അരപ്പൂട് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇതാക്കി റെഡിയാക്കിയിടും. അപ്പോൾ നമ്മൾ അരി കഴുകുകയാണ്. അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ശകലം മഞ്ഞപ്പൊടി, റൈസ് ഒട്ടാതിരിക്കാൻ വെള്ളം നമ്മൾ തിളച്ച് കഴിയുന്ന അരിയിടാം. ശകലം കുരുമുളക്, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിയിടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഊറ്റാം. പാൻ വെച്ച് പാൻ ചൂടായി അതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ
ബാലൻസ് ആവുന്ന മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മൂക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആൻഡമാനിലായതുകൊണ്ട് നമുക്ക് പാത്രങ്ങളുടെയൊക്കെ കുറച്ച് കുറവുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ഫെസിലിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച മീനെടുത്തിട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി സോസ് ഇടാണ്, ഗ്രീൻ ചില്ലി സോസ്. കുറച്ച് ഗ്രീൻ ചില്ലി സോസ് നമ്മൾ ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില, വറുത്ത് കോരിയ കശുവണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്തിരി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയും കശുവണ്ടി ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അടുത്തലോട്ട് പോവാം. കുറച്ച് ചോറ്, മസാല, പകർത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആൻറ്റിയുടെ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോക്കിയിട്ട് ടേസ്റ്റിലോട്ട് പോവാം. നമ്മുടെ ബിരിയാണി വിളമ്പാണ്. കുറച്ച് മാങ്ങാച്ചാറുണ്ടാവും. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ.
സോ ആൻറ്റിക്ക് ടേസ്റ്റ് കൊടുക്കാം. കൊള്ളാം അല്ലേ? സൂപ്പർ.